ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചുമയും തൊണ്ടവേദനയ്ക്കായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അടിപൊളി ഹോം റെമഡി തന്നെയാണ്. നമുക്ക് വീട്ടിൽ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു പൗഡറാണിത്. അപ്പം തിപ്പല്ലിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത ചിലരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഹെൽപ്ഫുൾ ആവുന്നെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിതാ അതിനായിട്ട് ഇവിടെ ഒരു പഴയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 250 ഗ്രാം അളവിലാണ് ഞാൻ തിപ്പല്ലി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മുടെ തരിമരുന്ന് ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഇത് കിട്ടുക. അപ്പോൾ വാങ്ങിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളം വരാൻ വേണ്ടി വെച്ച് അതിനുശേഷം നന്നായിട്ടൊന്ന് വെള്ളം പോയതിന് ശേഷമാണ് ഞാൻ ഇതിങ്ങനെ വറുത്തെടുക്കുന്നത്, ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. അടിഭാഗം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്നും കൂടെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളത് ചൂടാക്കി എടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് ചൂടായി നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കളറ് ചേഞ്ചായി വരുന്നൊരു സമയമാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതാ നമ്മളിതുപോലെ ഒന്ന് കൈവച്ച് ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കുക. അപ്പോൾ അത് ചൂട് അത്രയ്ക്ക് അങ്ങോട്ട് ചൂടായിട്ടില്ല, അത് എന്താ പറയുക ഇങ്ങനെ പൊട്ടി വരുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. തുടർച്ചയായിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ടതിന് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ വലിയൊരു ജാറെടുത്തതിന് ശേഷം മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരിക. ഓക്കെ, ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ക്രഷായി വരുന്ന പോലെ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ സ്പീഡ് കൂട്ടിയിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് പൊടിച്ചെടുത്ത് വരാം. അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് മൊത്തമായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ തരികളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഇത് നേരെ എന്ത് ചെയ്യാം, ഒരു പാത്രം ഒരു ബോൾ വെച്ച് കൊടുക്കുക. അതിലേക്ക് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക, ഒന്ന് തരിച്ചെടുക്കുക. അപ്പോൾ ദാ ഒരു ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പയും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്. ഇതിന്ന് ബാക്കി വരുന്ന ആ ഒരു ഇതുണ്ടാവല്ലോ, പൊടി ഉണ്ടാവല്ലോ, അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാനിതാ നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് അപ്പോൾ ഇതാ നന്നായിട്ടൊന്നിങ്ങനെ തരിച്ചെടുത്തതിന് ശേഷം നമുക്കതിന്ന് കുറച്ച് പൊടികളൊക്കെ ബാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ മിക്സിയിലിട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരിക. ഇതാണ് അതിൻ്റെ ബാക്കി കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഒന്നും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് ഒന്നും കൂടെ റെഡിയാക്കി എടുത്താൽ നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ അതൊന്നും കൂടെ ഒന്ന് തരിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൽക്കണ്ടം ആവശ്യമുണ്ട്. അപ്പം 250 ഗ്രാം തിപ്പല്ലിക്ക് 200 ഗ്രാം കൽക്കണ്ടാണ് കേട്ടോ അവർ തന്നിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിക്ക് തന്നെ കൽക്കണ്ടവും അതുപോലെ തന്നെ ഒരു 3-4 പീസ് ചുക്കും കൂടെ അതിനടിയിലുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒരു 3-4 പീസ് ചുക്കും ആ ഒരു കൽക്കണ്ടവും കൂടെ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വരിക. എന്നിട്ട് ഇതാ നേരെ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പം എന്താ പറയുക, പൊടിക്കാത്ത കുരുമുളകാണെങ്കിൽ നിങ്ങൾ ആ ഒരു തിപ്പല്ലി ചൂടാക്കിയ സമയത്ത് തന്നെ തിപ്പല്ലി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം കുരുമുളക് നന്നായിട്ട് വറുത്തൊന്ന് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ തലേദിവസം പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഫസ്റ്റ് ഞാൻ ഈ ഒരു കൽക്കണ്ടവും അതുപോലെ തന്നെ ആ ഒരു തിപ്പല്ലി പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ദാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പണി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ അതിൽ പഞ്ചസാരൻ്റെ പൊടികളും കൽക്കണ്ടം പൊടിച്ചിട്ടതുകൊണ്ട് അതിൻ്റെ ഒരു കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പം ആ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നാലും മതി. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒറ്റ തവണ ഒന്ന് കറക്കിയെടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ചുമയ്ക്കും തൊണ്ടവേദനയ്ക്കൊക്കെ ഉള്ള ആ ഒരു പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇതൊരു നല്ലൊരു എയർ ടൈറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കേടുവരില്ല. കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എയർ ടൈറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എയർ കടക്കാത്ത രീതിയിൽ വേണം നമ്മളിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒന്ന് ഉപകാരം ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.